ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ എല്ലാ സർവീസസിനും ഓഫറുള്ള ഒരു സലൂണിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു സർവീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ എന്താണെന്നറിയോ, എല്ലാ സർവീസസിനും എത്ര ഓഫറുള്ളതെന്നറിയോ, 50% ആണ്. ബാക്കി ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് ചോദിക്കാം കേട്ടോ. ഹലോ എടാ, ഞാൻ ഹെയറിൻ്റെ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം എത്ര ടൈം എടുക്കുമായിരിക്കും? 3 hours. ഫസിലില്ലാത്ത ശരി, ഒന്ന് കാണട്ടെ. ഹലോ ഞാൻ ഈ ഒരു സലൂണിൽ ഞാൻ മൈക്ക് വെക്കുക കേട്ടോ. ഈ ഒരു സലൂണിൽ ഞാൻ ഫസ്റ്റ് അല്ലേ വരിക അല്ലേ? ഈ സലൂണ് ഹെന എന്നാണ് പേര്, കൊച്ചിയിലാണ്, കാക്കനാടാണ്. ഫസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ടില്ലെന്ന് തോന്നുന്നു ലോഞ്ച് ആയിട്ടല്ലേ? ഒരു 2 മാസമായിട്ട് അത്ര ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി എല്ലാ സർവീസസിനും 50% ഓഫ് ഉണ്ട് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഓഫ് അത്ര വെച്ചത്? അത് നമ്മുടെ പുതിയ ബ്രാഞ്ചിലെ പുതിയ ഓണം അല്ലേ, അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഓഫർ ആയിക്കോട്ടെ. അത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കോംബോ ഓഫറാണ്. ബ്രസീലിയൻ ട്രീറ്റ്മെന്റും പിന്നെ പെഡിക്യൂറും മാനിക്യൂറുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ല, അപ്പോൾ ഓഫ് ഈ കോംബോയ്ക്ക് മാത്രമാണോ അതോ എല്ലാത്തിനും? അല്ല, എല്ലാ ട്രീറ്റ്മെന്റ്സിനും അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസസിനും 50% ഓഫ് ഉണ്ട്. എല്ലാ സർവീസസിനും ആണ് കേട്ടോ 50% ഓഫ് വരിക. നമുക്ക് സൺഡേ വരെ ഉണ്ട് അല്ലേ? ബാക്കി ഡീറ്റെയിൽ എല്ലാം സർവീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നറിയോ, ബ്രസീൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണ്. അതിൻ്റെ റേറ്റ് എത്രയും വരുന്നതെന്ന് അറിയോ, ഓഫർ പ്രൈസ് ആണ്. 5,999 ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരിക. ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഈ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ. ഫോഴ്സ് പ്ലാസ്റ്റിയും നാനോ പ്ലാസ്റ്റി ഒക്കെ ആണെങ്കിലും ഈ ഒരു റേറ്റിന് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എനി ലെങ്ത് എന്ന് എഴുതിയിട്ടുണ്ട്. എനി ലെങ്ത്തിന് ഈ ഒരു റേറ്റാണ് വരിക. നല്ല ലെങ്ത് ഉള്ളവരും ഉണ്ട് കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്താണ് കേട്ടോ. അതായത് എനി ലെങ്ത്തിനാണ് ഈ ഒരു ഓഫർ പ്രൈസ് വരിക. പിന്നെ ബാക്കി ഡീറ്റെയിൽ എല്ലാം ബാക്കി സർവീസ് ചെയ്യുമ്പോൾ ചോദിക്കാം. പിന്നെ നോർമലി ഇത് വേറെ സലൂണിലൊക്കെ ആണെങ്കിൽ എത്ര റേറ്റ് വരിക? ഒരു 12-15 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ട്രീറ്റ്മെൻറ്റ് ബ്രസീലിയൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആണ്. അത് മറ്റുള്ള സലൂണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 12-15 ആ ഒരു റേഞ്ചിനൊക്കെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ ഓഫർ പ്രൈസ് ആണ് പറയുന്നത് നമ്മുടെ ഹെന സലൂണിലെ 5,999 കേട്ടോ. ഹെന സലൂൺ എവിടെയാണെന്നറിയോ? ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറയുമോ? പടമുകള് ഭാരത് പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ്, കൊച്ചിയില് കാക്കനാട് പടമുകളാണ് നമ്മുടെ ഹെന സലൂൺ വരിക. ഞാൻ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിളിക്കുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, പോരുക. ഓക്കെ. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ലേ? അതെ അതെ, ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ മുടിക്ക് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഇപ്പൊ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് പോലെ കെമിക്കൽ ട്രീറ്റ് ചെയ്തിട്ട് മുടി ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പം അതിന്റെ ഒരു ഫ്രിസ്നെസ് ഒക്കെ മാറ്റി ഹെയറിനെ നല്ലപോലെ വളരാൻ ഹെൽപ്പ് ആവും. അപ്പൊ നോർമലി മറ്റേത് 90 വാഷ് അത്ര ഇറങ്ങണ്ടല്ലേ പറയുന്നത്? അപ്പം ഇതിന്റെ ടെക്സ്ചർ മാറി നിൽക്കണത് ഒരു 130 വാഷൊക്കെയാണ് ടെക്സ്ചറിലുള്ള മാറ്റം ഉണ്ടാകുള്ളൂ. പക്ഷെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഒക്കെ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അല്ലേ? എത്ര വർഷം പറഞ്ഞ്? 130 ആണ് വരിക. അപ്പോൾ ഈ ട്രീറ്റഡ് ഹെയറിനൊക്കെ ചെയ്യുന്ന അല്ല, വെർജിൻ ആയിട്ടുള്ള ഹെയറിനൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സ്മൂത്തനിങ് പോലെ തന്നെ കിടക്കുകയും ചെയ്യും. സ്മൂത്തനിങ് ലുക്കിലും ചെയ്യാം, ബ്ലോ ഡ്രൈ ലുക്കിലും ചെയ്യാം. 2 ലുക്കിലും ചെയ്യാം. ചിലർക്ക് സ്മൂത്തനിങ് ലുക്കാണ് ഇഷ്ടം, ചിലർക്ക് ബ്ലോ ഡ്രൈ ലുക്കാണ് ഇഷ്ടം. അങ്ങനെ 2 ലുക്കിലും ചെയ്യാം. പിന്നെ പക്ഷേ ഇതൊരു ടെക്സ്ചർ മാറ്റം എന്ന് പറഞ്ഞ ഒരു 130 വാഷിൽ വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പം അതിന്റെ ഒരു പഴയ ടെക്സ്ചറിലേക്ക് ചെറുതായിട്ട്, പക്ഷെ ഫുള്ളി വരുമെന്ന് വെച്ചാൽ ഫുള്ളി വരൂല, പക്ഷെ എന്നാലും ചെറുതായിട്ട് പോകും. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ഓൾറെഡി പലരും ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ, ഗ്രോത്തിനൊക്കെ നല്ല. ഓക്കെ. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ പാക്ക് ഇട്ടേക്കും കേട്ടോ. പിന്നെ അത് കൂടാതെ ഞാൻ പെഡിക്യൂറും മാനിക്യൂറും കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അതും ഓഫറിലുള്ളതാണ്. പെഡിക്യൂറും മാനിക്യൂറും സെപ്പറേറ്റ് ഓഫാണ് ഓഫ് വരിക. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ വേണ്ടിയിട്ട് ഞാനൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യുകയാണ്. നമ്മുടെ ഹെന സലൂണിലില്ലേ എല്ലാ സർവീസസിനും 50% ആണ് ഓഫ് വരിക. പിന്നെ അതുകൂടാതെ പാക്കേജ് ഉണ്ടല്ലോ, കോംബോ പാക്കേജ് ഉണ്ട്. അത് ഓഫറായിട്ട് ഓൾറെഡി ഓഫറിൽ വെച്ചേക്കുന്നതാണ് അല്ലേ? ഓക്കെ. പിന്നെ അതുകൂടാതെ വേറൊരെണ്ണം കണ്ടല്ലോ, മറ്റേ കർക്കിടക എന്തോ സ്പെഷ്യൽ പാക്കേജ്. കർക്കിടക സ്പെഷ്യൽ പാക്കേജ് അത് നമുക്കൊരു കിഴി ഫേഷ്യൽ വന്നിട്ടുണ്ട്. അതുപോലെ ഓയിൽ മസാജ്, ഹെഡ് മസാജ് വന്നിട്ടുണ്ട്. ഓയിൽ പിന്നെ മാനിക്യൂറും ഓയിൽ പെഡിക്യൂറും വന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ അതായത് കർക്കിടക ആവുമ്പം എല്ലാവർക്കും ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആണ് അത് വരുന്നത്.
അപ്പോൾ ആയുർവേദിക്ക് മാത്രമായിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ കർക്കിടക സ്പെഷ്യൽ ഓഫർ ഉണ്ട് അല്ലേ, കർക്കിടക പാക്കേജ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇപ്പം ഈ സലൂണിന്റെ ഓഫർ എന്ന് വരെ ഉള്ളത് ഇത് 2 months ആണ്, ഓണം വരെ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പം ഇതൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും വരേണ്ടി വരിക, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പോൾ പാക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞു. അത് എത്ര നേരം നമ്മൾ ഇരുന്ന് വെച്ചാൽ പാക്ക് ഇട്ടിട്ട് ഒരു 40 minutes ഇരുന്നു. ഇനിയിപ്പോൾ അയണിങ് പ്രോസസ്സാണ് കേട്ടോ അടുത്ത് വരിക. അതിന് എത്ര ടൈം എടുക്കുക? അതിന് ഒരു ഈ ഹെയറിനൊരു 45 minutes. അത്ര ഉണ്ടല്ലേ. ഓരോരുത്തരുടെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാട്ടോ, ലെങ്ത്തും തിക്കും അതുപോലെ ആയിരിക്കും. അപ്പോൾ എനിക്കൊരു 45 minutes മതി അല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, നമ്മുടെ ആഫ്റ്റർ കെയർ എങ്ങനെ ആയിരിക്കണം? മറ്റേതുപോലെ നോർമലാണോ? അല്ല, നോർമലല്ല. നമ്മുടെ എല്ലാ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ്സിനും നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സൾഫേറ്റ് ഉള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ചെയ്ത പ്രോട്ടീൻ്റെ ഒരു ഫലം കിട്ടില്ല. അതുപോലെ തന്നെ ചിലർക്ക് ശീലമുണ്ട്, ഇങ്ങനെ നമ്മൾ ഹെയർ വെറുതെ കഴുകിയിട്ട് പോകും, ഷാംപൂ ഇടില്ല, കണ്ടീഷണർ ഇടില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് പോകുന്ന ഒരു ശീലമുണ്ട് ചിലർക്ക്. അതൊട്ടും ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബെറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സർവീസ് ചെയ്യുന്ന ഏത് സലൂണിലാണോ അവിടെ തന്നെ വാഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ. പിന്നെ മാക്സിമം ഹെയർ വാഷ് കുറയ്ക്കാം. ആഴ്ചയിൽ 1 തവണയോ 2 തവണയൊക്കെ ഹെയർ വാഷ് ആക്കിയാൽ മതിയാവും. അതാണ് കുറച്ചുകൂടി ഹെയറിന് നല്ലത്. ഇതിനപ്പോൾ ഇന്ന ഷാംപൂ എന്നുണ്ടോ അതോ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഏത് ഷാംപൂ യൂസ് ചെയ്യാം. ഇതിപ്പോൾ എങ്ങനെ മറ്റേ നോർമൽ നാനോപ്ലാസ്റ്റിയ അതൊക്കെ ചെയ്ത പോലെ 3 days കഴിഞ്ഞിട്ട് തന്നെ ആണോ നമ്മൾ വാഷ് ചെയ്യേണ്ടത്? 3 days കഴിഞ്ഞിട്ടാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഹെയർ സർവീസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീലിയൻ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ അല്ലേ. അപ്പോൾ ഹെയർ ഫോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലേ ഇത് ചെയ്യാം. പിന്നെ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓഫർ കണ്ടിട്ടാണ് വന്നത്. ഓഫർ വരുന്ന 50% ആണ് ഓഫ് വരിക. അപ്പോൾ നോർമലി ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ 12 above 15 ആ ഒരു റേഞ്ചിനൊക്കെ ആയിരിക്കും നിൽക്കുക. നമ്മുടെ ഇവിടെ വരുന്നത് 599 ആണ് റേറ്റ് വരുന്നത്. പിന്നെ അതുകൂടാതെ കർക്കിടക എനി ലെങ്ത്തിനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൂടാതെ തന്നെ കർക്കിടക സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട് അല്ല, അതിൻ്റെ ഒരു പാക്കേജ് കൂടെ ഉണ്ട്. അപ്പോൾ ആയുർവേദിക് റിലേറ്റഡ് പ്രിഫർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹെന സലൂണിലേക്ക് വരാം കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ അല്ലേ. അപ്പോൾ പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്ന കൊച്ചിനിൽ കാക്കനാട് പടമുകളാണ്. ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് വരിക. ഫസ്റ്റ് ഫ്ലോറിലാണ് ഹെന സലൂൺ വരിക. പിന്നെ ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് ഇപ്പം മുതൽ 10 to 9 ആണ് ഉള്ളത് കേട്ടോ. 10 to 9 ആണ്. അപ്പോൾ ലൊക്കേഷൻ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഓഫറെല്ലാം 2 months വരെയാണുള്ളത്. ഓണം എൻഡിൻ്റെ ആ ഒരു ടൈം വരെ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ് കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ഹെന സലൂണിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ ബൈ.